ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഒരു പുതിയ ക്ലാസ്സിൽ കണ്ടുമുട്ടുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു കൊച്ചു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പോഷണത്തിനായി അങ്ങ് കൂദാശകൾ പരികർമ്മം ചെയ്തു നൽകി. മാമോദീസായിലൂടെ ഞങ്ങളെ ദൈവമക്കളാക്കി മാറ്റി. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകി. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് ആത്മീയ ഭോജനം നൽകുന്നു. വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഞങ്ങളെ നിർമ്മലരാക്കി അങ്ങ് മാറ്റുന്നു. ഈശോയെ, കൂദാശകളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അവയെ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളെ ഈ ക്ലാസ്സിലൂടെ അങ്ങ് യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് നിത്യം മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള കുട്ടികളെ, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂദാശകളെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് കൂദാശകൾ? ഞാൻ ഈ ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് നിരന്തരം ഉയർത്തിവിടുന്നത് നിങ്ങൾ എന്താണ് കൂദാശകൾ എന്ന് മനസ്സിലാക്കിയാലേ ഈ പാഠം നമുക്ക് അതിൻ്റെ സമ്പൂർണ്ണതയിൽ പഠിച്ചു തീരുകയുള്ളൂ. അദൃശ്യമായ ദൈവിക ജീവനെ നമ്മിലേക്ക് ഒഴുക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. നമ്മൾ കണ്ടു, നമുക്ക് അദൃശ്യമായ ദൈവിക ജീവൻ ഇവിടെയുണ്ട്, ദൃശ്യമായ അടയാളങ്ങളുണ്ട്. ഇവ രണ്ടും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ അടയാളങ്ങളിലൂടെയാണ് നമ്മൾ ദൈവിക ജീവനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ പാഠം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് ദൃശ്യമായ അടയാളങ്ങളിൽ നമ്മൾ തങ്ങി നിൽക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പാഠം കൂടുതൽ ഉണർവോടെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ ക്ലാസ്സിലുണ്ടാകണം. എല്ലാവരും ശ്രദ്ധിക്കുകയല്ലേ? എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകമൊക്കെ നിങ്ങളുടെ അടുത്തിരുന്നോട്ടെ. നിങ്ങൾ നല്ല മനസ്സിരുത്തി ഈ പാഠഭാഗം നമ്മൾ പഠിക്കണം. കാരണം ഈശോ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി തരുന്ന വളവും ജലവും നമ്മൾ സ്വീകരിക്കേണ്ട സമയമാണ് ഈ കൂദാശകളുടെ സമയം. ഈ കൂദാശകൾ എന്തെന്ന് അറിഞ്ഞാലേ നമുക്ക് അവയെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ സജീവ പങ്കാളിത്ത കൂദാശകളിൽ നമുക്ക് കൈവരുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഈ പാഠഭാഗം പഠിക്കുമ്പം കൂടെ ഉണ്ടാകണം. നമുക്കറിയാം, നമ്മൾ കൂദാശകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരുന്നു. നമ്മളിന്ന് കൂദാശകളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം. കൂദാശ എന്ന് പറയുന്നത് ഒരു സുറിയാനി വാക്കാണ്. കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെയാണ് കൂദാശ വിശുദ്ധീകരിക്കുന്ന കർമ്മമാകുന്നത് എന്നാണ് ഇവിടെ ആദ്യമായി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. കൂദാശ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെല്ലാവരും നന്നായി ഉത്തരം പറയുന്നു. വിശുദ്ധീകരിക്കുന്ന കർമ്മം. ഇവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് കൂദാശ വിശുദ്ധീകരിക്കുന്ന കർമ്മമാകുന്നത്. ഒന്നാമതായിട്ട്, പാപം മോചിച്ച് നമ്മളെ നിരന്തരം അനുഗ്രഹിക്കുന്ന ഈശോ തന്നെയാണ് ഈ കൂദാശകളുടെ ഉറവിടവും സ്രോതസ്സും. അതായത് ഈശോയാണ് എല്ലാ കൂദാശകളും സ്ഥാപിക്കുന്നത്. നമ്മളത് ബൈബിളിൽ മനോഹരമായിട്ട് കാണുന്നുണ്ട്. ഈശോ എങ്ങനെയാണ് കൂദാശ സ്ഥാപിക്കുന്നതെന്ന്. ഈശോയാണ് എല്ലാ കൂദാശകളും സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കൂദാശകളുടെയും ഉറവിടവും സ്രോതസ്സും ഈശോയാണ്. അതുകൊണ്ട് ഈ കൂദാശകളുടെ പരികർമ്മം വഴി കൂദാശകളിൽ നമ്മൾ സജീവതയോടെ, തീഷ്ണതയോടെ, താല്പര്യത്തോടെ, സ്നേഹത്തോടെ പങ്കെടുക്കുന്നത് വഴി ആ ഈശോ നൽകുന്ന പാപമോചനം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഏത് കൂദാശയിൽ നമ്മൾ പങ്കുചേർന്നാലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കൂദാശയെ വിശുദ്ധീകരിക്കുന്ന കർമ്മമെന്ന് പറയുന്നത്.
ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് മരണോദ്ധാനങ്ങളിലൂടെ ഈശോ നമുക്കൊരു പാപമോചനം നേടിത്തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ രക്ഷ എന്ന് പറയുന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാനായി ദൈവപിതാവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ പുത്രനായ ഈശോ മനുഷ്യ അവതാരത്തിലൂടെ ഈ ലോകത്തിൽ കടന്നു വന്നു. പാടുപീടുകളേറ്റ് മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. പ്രിയമുള്ള മക്കളെ, അങ്ങനെ വന്ന ഈശോയുടെ രക്ഷ നമ്മൾ അനുഭവിക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂദാശയെ വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈശോ നേടിയെടുത്ത ഈ രക്ഷയെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് കൂദാശകളിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയാക്കാം, നമ്മൾ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് കൂദാശകൾ എന്ന്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൂദാശ വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ മുഴുവൻ വർഷിക്കപ്പെടുന്ന സമയമാണ് കൂദാശകളിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നത്. നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടിരുന്നു, പരിശുദ്ധാത്മാവിനെ നമുക്ക് എല്ലാ കൂദാശകളിലും നൽകപ്പെടുന്നുണ്ട്. ത്രിത്വേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ എല്ലാ കൂദാശയുടെയും സമയത്ത് നമ്മൾ നടക്കുന്നുണ്ട്. പിന്നീട് നിങ്ങളിതെന്നെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഓരോ കൂദാശകളിലുമുള്ള ഇടപെടലിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം കൂദാശ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈശോ സ്ഥാപിച്ചതാണ്. ഈശോ പാപമോചനം നൽകുന്നുണ്ട്. ആ പാപമോചനത്തിലൂടെ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കണം. ഈശോയുടെ മരണോദ്ധാനങ്ങളുടെ ഫലമായി ഉണ്ടായ വിശുദ്ധീകരണം, പാപമോചനം, രക്ഷ, ഇത് നമുക്ക് കൂദാശകളിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മിൽ ഓരോരുത്തരിലേക്കും നിറയപ്പെടുന്നുണ്ട് ഓരോ കൂദാശയിലൂടെയും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് പാപമോചനം സംഭവിക്കുന്നുണ്ട്, വിശുദ്ധീകരണം സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂദാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, എനിക്ക് നിങ്ങളോട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പം പറയാനുള്ളത്, നിങ്ങൾ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുമ്പം നിങ്ങൾ നന്നായിട്ടൊരുങ്ങി കുമ്പസാരക്കൂടിനെ സമീപിച്ച് നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾ ഏറ്റുപറയുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നു, ഞാൻ ഈശോയോട് ഒന്നായി ചേരുന്നു, ഈശോ സ്ഥാപിച്ച കൂദാശ അതേ തീവ്രതയോടെ അതേ തീഷ്ണതയോടെ അതിൻ്റെ സമ്പൂർണതയിൽ സജീവമായി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന്. നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അങ്ങെന്തോ നടന്ന ഒരു സംഭവത്തെ അനുസ്മരിക്കുകയല്ല, ഓർമ്മ ആചരിക്കുകയല്ല, മറിച്ച് ഈ സമയം അതിൻ്റെ സമ്പൂർണതയിൽ സജീവതയോടെ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ മരണത്തെയും സംസ്കാരത്തെയും ഉദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും ഈശോ സ്ഥാപിച്ച സഭയെല്ലാം നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും കൃത്യമായി അനുഷ്ഠിക്കുന്നുണ്ട്. നമുക്ക് കുമ്പസാരം എന്ന കൂദാശയിൽ പങ്കുചേരുമ്പം ഈശോ പാപിനിയായ സ്ത്രീയോട് നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എന്നോടും പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും സജീവതയോടെ വിശുദ്ധീകരിക്കുന്ന കർമ്മമായ കൂദാശകളിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളണം, അതിൻ്റെ ശക്തി നമ്മൾ നേടണം. അങ്ങനെ നേടുന്ന ഒരു ചൈതന്യത്തിൽ നിന്നാണ് നല്ല ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ഇനി ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അടുത്തതായി കാണുന്നത് കൂദാശകൾ കൃപാവരത്തിൻ്റെ ചാലുകൾ എന്നാണ്. നമ്മളിവിടെ വായിച്ചു കേൾക്കാൻ പോകുന്ന വചനം നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനത്തിൻ്റെ ഈ തലക്കെട്ടിൻ്റെ പൊരുൾ നമുക്ക് വ്യക്തമാക്കി തരും. നമുക്കെല്ലാവർക്കും ബൈബിളൊന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സമയം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നമ്മുടെ ബൈബിൾ എടുക്കാം. ഞാൻ നിങ്ങളെ മുൻപ് പഠിപ്പിച്ചതുപോലെ ബൈബിൾ എടുക്കുമ്പോൾ, ബൈബിൾ തുറക്കുമ്പോൾ നമ്മൾ ബൈബിൾ ചുംബിച്ച് ആദരപൂർവ്വം എല്ലാവരും ബൈബിൾ തുറക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനം. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.
നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് കൂദാശകൾ കൃപാവരത്തിൻ്റെ ചാലുകളാകുന്നു എന്നുള്ളതാണ്. ഇനി എനിക്കുള്ളൊരു സംശയം, എന്താണ് കൃപാവരം? നിങ്ങൾ എങ്ങനെയാണ് കൃപാവരത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ലളിതമായി പറഞ്ഞു തരാം എന്താണ് കൃപാവരം എന്ന് പറയുന്നത്. ഈശോയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. നമുക്കറിയാം, പിതാവായ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നു, അങ്ങനെ പിതാവായ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അങ്ങനെ നമുക്ക് മുന്നോടിയായി നമ്മുടെ വിശ്വാസത്തിൽ പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ പറുദീസായിലാക്കി. അവിടെ നിന്ന് പാപം ചെയ്യുന്ന പുറത്താക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നു. അങ്ങനെ ഈശോ നമുക്ക് പിതാവിൻ്റെ മുഖം, പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി തരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈശോയിലൂടെ വെളിവാക്കപ്പെടുന്ന പിതാവിൻ്റെ സ്നേഹമാണ് കൃപാവരം. നമുക്കറിയാം, നമ്മുടെ അമ്മയുടെ സ്നേഹം നമുക്ക് വ്യത്യസ്തമായ രീതികളിലാണ് വെളിപ്പെടുന്നത്. അമ്മയുടെ പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകളിലൂടെ, അമ്മയുടെ സ്നേഹമസൃണമായ തിരുത്തലിലൂടെ, അമ്മ ചിലപ്പം നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിച്ച് നൽകുന്ന ചെറിയ ശിക്ഷയിലൂടെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അമ്മയുടെ സ്നേഹം അറിയപ്പെടുന്നത്. നമ്മൾ പിതാവിൻ്റെ സ്നേഹം അറിയുന്നത് ഈശോയുടെ വാക്കുകളിലൂടെയാണ്, ഈശോയുടെ പ്രവർത്തികളിലൂടെയാണ്, ഈശോയുടെ ശാസനയിലൂടെയാണ്, ഈശോ നമുക്ക് നൽകുന്ന തിരുത്തലുകളിലൂടെയാണ്. അങ്ങനെ ഈശോയിലൂടെ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് വെളിപ്പെടുത്തുന്നു. ഒരമ്മയും ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്, ഞാൻ നിന്നോട് പറയുന്നത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ വാക്കുകളാണ്, ഞാൻ നിനക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് തരാൻ പോകുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണെന്നൊന്നും ആരും പറയുന്നില്ല, ഒരമ്മയും പറയുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ പിതാവിൻ്റെ സ്നേഹം നമ്മൾ ഓരോരുത്തർക്കും, എനിക്കും എന്നെ കേൾക്കുന്ന ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഈശോയിലൂടെയാണ്. അങ്ങനെ ഈശോയിലൂടെ വെളിപ്പെടുന്ന പിതാവിൻ്റെ സ്നേഹമാണ് ഈ കൃപാവരം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈശോ തന്നെ ശൂന്യനാക്കുന്നതിലൂടെയാണ് ഈ കൃപ എല്ലാവരിലേക്കും വെച്ച് വിളമ്പുന്നത്. അതുകൊണ്ട് നമുക്ക് കൂദാശയിലൂടെ ലഭിക്കുന്നത് എന്തെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിതാവിൻ്റെ സ്നേഹം. പിതാവ് സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സ്വപുത്രനെ, ഏകജാതനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകുന്നത്. ആ പുത്രനാകട്ടെ വന്ന് പിതാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്ത് നമ്മളോടുള്ള സ്നേഹം കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ നമ്മിലേക്ക് നൽകപ്പെടുന്നത് പിതാവിൽ നിന്ന് പുത്രനിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം സഹായിക്കുന്നു, നിരന്തരം സ്നേഹിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട നിത്യയാഥാർത്ഥ്യമാണ് കൂദാശകൾ, കൃപാവരത്തിൻ്റെ ചാലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നിടുന്നു. ഇനി നമ്മളിവിടെ ശ്രദ്ധേയമായി കാണേണ്ട മറ്റൊരു കാര്യമാണ്, ദൈവമക്കളാകാനുള്ള വിളി നമുക്ക് പിതാവായി ദൈവം നൽകുന്നുണ്ട്. ദൈവമക്കളാകാനുള്ള വിളി നമുക്ക് നൽകുന്നുണ്ട്. ഈ വിളിക്ക് നമ്മൾ ഓരോ ദിവസവും പ്രത്യുത്തരം നൽകണം. എങ്ങനെയാണ് നമ്മൾ പ്രത്യുത്തരം നൽകുന്നത്? നമ്മൾ നന്നായി വളരണം, മാതാപിതാക്കളെ സഹായിക്കണം. നമുക്ക് വേണ്ടി ഈശോ പരികർമ്മം ചെയ്തു നൽകിയ കൂദാശകളിൽ ഏറ്റവും സജീവതയോടെ നമ്മൾ പങ്കുചേരണം. വചനം നമ്മൾ അനുദിനം വായിക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ നമുക്ക് നൽകിയിരിക്കുന്ന കൂദാശകളെ സ്നേഹിച്ചും അവയിൽ സജീവതയോടെ പങ്കുചേർന്നും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വചനത്തെ നമ്മൾ എത്ര കണ്ട് സ്നേഹത്തോടെ ആദരവോടെ വായിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുവോ, അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതം ഈ പ്രത്യുത്തരം നൽകുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുക. അതുകൊണ്ട് ദൈവമക്കളാകാനുള്ള വിളി നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ നമ്മൾ അതിന് നൽകുന്ന പ്രത്യുത്തരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും. അങ്ങനെ ഈ പ്രത്യുത്തരം നമുക്ക് നൽകാൻ വേണ്ടി ദൈവം തന്നെ നൽകിയിരിക്കുന്ന സഹായമാണ് കൃപാവരം. അതുകൊണ്ട് ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. ദൈവസ്നേഹാനുഭവത്തിൽ ഈശോയിലൂടെ നമ്മൾ വളരുന്നു. അങ്ങനെ വളരുന്ന നമ്മൾ ദൈവസ്നേഹത്തിന് ഒരു പ്രത്യുത്തരം നൽകുന്നു. അങ്ങനെ ഈ പ്രത്യുത്തരം നൽകുന്ന അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും കൂദാശകളിലൂടെ കൃപാവരത്തിൻ്റെ ചാലുകളിൽ പങ്കുകാരാകുന്നു.
ഇപ്രകാരം ദൈവസ്നേഹാനുഭവത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുമ്പോൾ കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ നമ്മിലേക്കും ഒഴുക്കപ്പെടുകയാണ്. മലങ്കര സഭയിലെ മാർ ഇവാനിയോസ് തിരുമേനി പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. കൂദാശകളെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്: കൃപയെ വഹിച്ചുകൊണ്ട് ഒഴുകി വരുന്നതായ ഒരു നദി മനുഷ്യാത്മാക്കളിൽ എത്തണം. അതിനുള്ള തോടുകളാണ് കൂദാശകൾ. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നാണ് രക്ഷയുടെ ഈ നദി ഒഴുകുന്നതും ശക്തി ആർജിക്കുന്നതും. എത്ര മനോഹരമായിട്ടാണ് കൂദാശകളെ ഈ പിതാവ് നിർവചിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തേ. നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ, ദൈവിക ജീവൻ്റെ, പ്രസാദപര ജീവൻ്റെ ഉറവിടമാണ് ഓരോ കൂദാശയും. അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് ഈ നദി ഒഴുകിപ്പോരുന്ന തോടുകളാണ് ഓരോ കൂദാശകളും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഈശോയാണ് എല്ലാ കൂദാശകളുടെയും സ്രോതസ്. അങ്ങനെ ഈ സ്രോതസ്സിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകി വരുന്നുണ്ട്. ഈ അരുവികളാണ്, ഈ തോടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൂദാശകൾ. അതുകൊണ്ട് എത്ര കണ്ട് താല്പര്യത്തോടെ നമ്മൾ കൂദാശകളെ സ്നേഹിക്കുകയും കൂദാശകളിൽ പങ്കുചേരുകയും ചെയ്യുന്നു, അതനുസരിച്ച് നമ്മിലെ ജീവജലം ഒഴുകും, ജീവജലം നിറയും. ഈ ജീവജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിയുമ്പം എന്തുമാത്രം മാറ്റം ഉണ്ടാകുമെന്ന് നടപടി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു കഴിയുമ്പം എന്തുമാത്രം മാറ്റമുണ്ടാകുമെന്ന് പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം ഉണ്ടായ നടപടി പുസ്തകത്തിലെ ശിഷ്യന്മാരിലെ മാറ്റത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ബോധ്യത്തോടെ, ബോധത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ കൂദാശയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ജ്വലനമുണ്ടാകും, നമ്മിലൊരു ഊർജ്ജം ഉണ്ടാകും, ഒരു പോസിറ്റീവ് എനർജി നമ്മിലെല്ലാവരും ഉണ്ടാകും. യഥാർത്ഥത്തിൽ കൂദാശ സ്വീകരിക്കുന്ന എല്ലാ കത്തോലിക്ക കുട്ടികളെയും കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു തേജസ് ഉണ്ടാവണം, ഒരു ഓജസ് ഉണ്ടാവണം, ഒരു നിറവുണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ജ്വലനം ഉണ്ടാകണം. നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. നമ്മൾ കുർബാന സ്വീകരിക്കുന്നവരാണ്, കുമ്പസാരിക്കുന്നവരാണ്, അടുക്കളയിലൊക്കെ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നവരാണ്. നമുക്ക് ഈ ജ്വലനം ഉണ്ടോ മക്കളെ? നിങ്ങളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ ക്ലാസ്സിൻ്റെ സമയത്ത്. ഇനി നമ്മൾ തുടർന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കൂദാശകളും വിശ്വാസവും എന്തെന്നാണ്. ഈ കാര്യം മനസ്സിലാക്കുമ്പം ലളിതമായ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ ഒരു കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദേവാലയ പരിസരത്തിലൂടെ പോവുകയാണ്. അവർ ഈ ദേവാലയത്തിൽ കയറണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ട് കാണും. നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുള്ളവരാണ്. നമ്മൾ അവരെയും കൊണ്ട് ഈ ദേവാലയത്തിൽ പോവുകയാണെങ്കിൽ അവർക്ക് എന്നതായി ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനസ്സിലാകുക? നമ്മുടെ കുമ്പസാരത്തെക്കുറിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് എന്താ മനസ്സിലാകുക? വിശ്വാസമില്ലെങ്കിൽ അവർക്ക് യാതൊന്നും മനസ്സിലാകുകയില്ല. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ഈ കൂദാശകളെക്കുറിച്ച്, കൂദാശകളുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് തോന്നുക ഇത് ഏതാനും കർമ്മക്രമങ്ങൾ മാത്രമാണ്, ഒരു ആചരണം മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് കൂദാശയെ അഭിമുഖീകരിക്കുന്ന, കൂദാശയെ സ്വീകരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യം, വിശ്വാസത്തോടെ എനിക്കിവയെ സമീപിക്കാൻ വേണ്ടി സാധിക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നിസ്സാരമായ ഒരു ഉദാഹരണം പറയാം. മാമോദീസ എന്ന കൂദാശയെ നമ്മളിങ്ങെടുക്കുക. ജീവജലത്തിൻ്റെ നീർച്ചാലുകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തുറക്കപ്പെടുന്നു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കൂദാശയിൽ പങ്കുചേരുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പ്രഘോഷണം, വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നടത്തുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്താണ്? പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ ഈ കൂദാശയിലൂടെ, ഈ മാമോദീസായിലൂടെ നിങ്ങൾക്ക് നൽകപ്പെടുന്നു. ഓരോ വിശ്വാസിയും ഇതിൽ പങ്കുചേരുന്നത് വഴി തൻ്റെ വിശ്വാസം പ്രഘോഷിക്കുകയാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണവും ദൈവത്തിൻ്റെ വരദാനവും തമ്മിൽ കണ്ടുമുട്ടുന്ന അവസരമാണ് ഓരോ കൂദാശയും. നമ്മൾ ഇപ്രകാരം മാമോദീസ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും മനുഷ്യൻ്റെ വിശ്വാസ പ്രഖ്യാപനവും സന്ധിക്കുന്ന ഇടമാണ് ഓരോ കൂദാശയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ സംഭവിക്കുന്നു,
മനുഷ്യൻ്റെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം സംഭവിക്കുന്നു. അതുകൊണ്ട് ഓരോ കൂദാശയും ഇതിനുള്ള വേദിയാണ്. ഇനി നമ്മൾ എപ്രകാരമാണ് നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ കൂദാശകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന ചിത്രത്തിലൂടെ ഇത് വ്യക്തമാണ്. മാമോദീസായിലൂടെ നമ്മൾ ദൈവമക്കളാകുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കുന്നു. ആത്മീയ പോഷണം പകരുന്ന പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും ആത്മാവിന് ഉന്മേഷവും നൽകുന്ന രോഗീലേപനം എന്ന കൂദാശയെ നമ്മൾ കാണുന്നുണ്ട്. ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ സഭാ ശുശ്രൂഷയ്ക്കായി ഒരാൾ പൂർണ്ണനാക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന തിരുപ്പട്ടം എന്ന കൂദാശ നമ്മൾ കാണുന്നു. സ്നേഹത്തിൻ്റെ സമർപ്പണം പരസ്പരം പങ്കുവയ്ക്കുന്ന വിവാഹം എന്ന കൂദാശയെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്രകാരം ഓരോ കൂദാശകളും നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ഈശോ സജീവതയോടെ പകർന്നു നൽകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ അവൻ്റെ ജീവനിലേക്ക് ഒഴുക്കിവിട്ട് അവൻ്റെ വളർച്ചയ്ക്ക് ഈശോ സഭയിലൂടെ നമ്മളെ കരുത്ത് പകരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ള കൂട്ടുകാരെ, അവസാനമായി എനിക്ക് നിങ്ങളോട് ഈ പാഠത്തിൽ പറയാനുള്ളത്, ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുന്നത് ഈശോ തന്നെയാണ്. ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ബോധ്യം. തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുവാൻ വൈദികനെ ഈശോ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് വൈദികൻ ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുന്നത്. അനുതപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് കാർമികൻ കുമ്പസാര സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഈ കൂദാശകളൊക്കെ ആരാണ് പരികർമ്മം ചെയ്യുന്നത്? പുരോഹിതനാണ് ഈ കൂദാശകളെല്ലാം പരികർമ്മം ചെയ്യുന്നത്. എങ്കിൽ പിന്നെ ആരാണ് ആ പുരോഹിതൻ്റെ സ്ഥാനത്തുള്ളത്? നിങ്ങളെല്ലാവരും നല്ല ഉത്തരം പറയുന്നു. ഈശോയാണ് പുരോഹിതൻ്റെ സ്ഥാനത്തുള്ളത്. അതുകൊണ്ട് കൂദാശകൾ പരികർമ്മം ചെയ്യുവാൻ വൈദികനെ ഒരു ഉപകരണമാക്കുന്ന ഈശോ തന്നെയാണ് എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യുന്നത്. ഏതാനും കൂദാശകളുടെ പ്രാർത്ഥനകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യം മനസ്സിലാകും. കുമ്പസാരത്തിൽ വൈദികൻ നൽകുന്ന ആശീർവാദം, അനുതപിക്കുന്ന പാപികളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ നീ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. രോഗീലേപനം നൽകുന്ന അവസരത്തിൽ വൈദികൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അവർ സുഖം പ്രാപിക്കുമെന്ന് ശിഷ്യരോട് അരുളി ചെയ്ത മിശിഹ നിനക്ക് സൗഖ്യമരുളട്ടെ. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മുടെ ഓരോ കൂദാശകളും ഈശോ പരികർമ്മം ചെയ്യുന്നതാണ്. ഈശോ തന്നെയാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി പകുത്തു നൽകി ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നത്. ഈശോയാണ് പാപം മോചിക്കുന്നത്. ഈശോയാണ് രോഗസൗഖ്യം നൽകുന്നത്. ഈശോയാണ് സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കൂദാശയും ഈശോയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. ഞാൻ പങ്കുചേരുന്ന ബലിയർപ്പണം നടത്തുന്നത് ഈശോയാണ്. ഞാൻ നടത്തുന്ന അനുരഞ്ജന കൂദാശ എനിക്ക് പരികർമ്മം ചെയ്യുന്നത് ഈശോയാണ്. പ്രിയമുള്ള മക്കളെ, അങ്ങനെയെങ്കിൽ ഈശോയെ കണ്ടുമുട്ടുന്ന അവസരമല്ലേ ഈ കൂദാശ സ്വീകരണത്തിൻ്റെ അവസരം? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തീവ്രതയോടെ തീഷ്ണതയോടെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുകയും ചെയ്യണം. ഈശോ പരികർമ്മം ചെയ്യുന്നത് പോലെ, ഈശോ അനുഷ്ഠിക്കുന്നത് പോലെ അത്രമേൽ ശ്രദ്ധയോടെ അത്രമേൽ താല്പര്യത്തോടെ ഈ കൂദാശകളിൽ നിങ്ങൾ അണയണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല തീരുമാനമെടുത്താം. ഞാൻ കൂദാശകളെ കൂടുതൽ സ്നേഹിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇതിൽ പങ്കുചേരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു വചനം ഞാൻ നൽകുകയാണ്. അത് ഇതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട വചനം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത്, ഈ പാഠത്തിൻ്റെ അവസാനം 5 ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകരെ ഏൽപ്പിക്കണം.
അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ കൂദാശകൾക്കായി ഒരുങ്ങാം, കൂദാശകൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി തന്നെ പകുത്തു നൽകിയ ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് കൂദാശകളിലൂടെയാണ്. ഈ കൂദാശകളിലൂടെ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങ് നൽകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും അതുവഴി അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം, അങ്ങയെ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കാനുള്ള ആ വലിയ ദൗത്യം നിർവഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈശോയെ, ഈ പാഠം ഞങ്ങൾ പഠിക്കുമ്പം കൂടുതൽ തീഷ്ണതയോടെ ബലിയർപ്പിക്കുവാൻ, കൂടുതൽ ബോധ്യത്തോടെ അനുതാപത്തോടെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുവാൻ, ഞങ്ങൾ പങ്കെടുക്കുന്ന ഓരോ കൂദാശയിൽ നിന്നും ഞങ്ങൾക്ക് ജീവജലത്തിൻ്റെ അരുവികൾ സ്വന്തമാക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഈശോയോടൊപ്പം നിത്യം വാഴുന്ന ഞങ്ങളുടെ മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.